ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫംഗ്ഷൻ എക്സ് ലെസ് ദാൻ 3ൽ എ ഇൻറ്റു സംതിങ് ബി ബൈ മോഡുലസ് ഓഫ് സംതിങ് ഒക്കെ തന്നിട്ടുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 3 സംതിങ് തന്നിട്ടുണ്ട്. ബി എക്സ് ഈക്വൽ ടു 3 തന്നിട്ടുണ്ട്. where greatest integer of x denotes the greatest integer less than or equal to x. If s denotes the set of all ordered pair a comma b such that fx is continuous at x is equal to 3, the number of elements in s എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക്കലി ഇത് എവിടെയാണ് കണ്ടിന്യൂസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഈ കണ്ടിന്യൂറ്റി ആവാനുള്ള കണ്ടിന്യൂറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ചെയ്തൊക്കെ അവർക്ക് ആൻസർ വേണമെന്ന് കിട്ടിയിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് എക്സ് ഇസ് ഈക്വൽ ടു 3ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ ഒന്ന് ഒബ്സർവ് ചെയ്തേ. ബേസിക്കലി അത് എ ഇൻറ്റു നമുക്കതിൽ നിന്ന് മൈനസ് എ പുറത്തേക്ക് എടുത്താൽ മൈനസ് പുറത്തേക്ക് എടുത്താൽ എക്സ് സ്ക്വയർ മൈനസ് 7x പിന്നെ പ്ലസ് 12 ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 ആണ്. റൈറ്റ്. സോ ദിസ് ഇസ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 ബി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3 മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4. ഫാക്ടറൈസ് ചെയ്തു. എളുപ്പത്തിൽ ഫാക്ടറൈസ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 എഴുതാം. അപ്പോൾ എക്സ് ലെസ് ദാൻ 3 ആയതുകൊണ്ട് എക്സ് മൈനസ് 3യും എക്സ് മൈനസ് 4ഉം തന്നെയാണ് നെഗറ്റീവ് നമ്പേഴ്സാണ്. സോ ദിസ് ഇസ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് 3 എക്സ് മൈനസ് 4 ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു മൈനസ് ഓഫ് എക്സ് മൈനസ് 3 ഓക്കെ ഇൻറ്റു മൈനസ് ഓഫ് എക്സ് മൈനസ് 4 ആണ് സംഭവം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ സാധനങ്ങൾ എക്സ് ഇസ് ഈക്വൽ ടു 3 അല്ല എക്സ് ഇസ് ഈക്വൽ ടു 4 അല്ല, അത് ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ ആ ലിമിറ്റിംഗ് വാല്യൂ കൂടി നമ്മൾ എടുക്കാൻ പോകണം. ലിമിറ്റിംഗ് വാല്യൂ എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകണത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3 കിട്ടാൻ പോകണം. എന്താ നോക്കിക്കേ, ഈ ടേം പോയിട്ടുണ്ടാവും, മൈനസ് ഒക്കെ പോയിട്ടുണ്ടാവും, മൈനസ് എ ബൈ ബി എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 എക്സ് ഗ്രേറ്റർ ദാൻ 3ലുള്ള ഫംഗ്ഷൻ നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ 3ലുള്ള ഫംഗ്ഷൻ 2 സൈൻ ഓഫ് എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് 3ൻ്റെ തൊട്ട് മുകളിലാണ്. അപ്പോൾ എക്സ് 3ൻ്റെ തൊട്ട് മുകളിലായതുകൊണ്ട് എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായി. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് എന്തായി? 3 ആയിട്ടുണ്ടാവും. സോ എക്സ് മൈനസ് 3 ആയിട്ടുണ്ടാവും. അപ്പോൾ 2 സൈൻ ഓഫ് എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 3. അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 അപ്ലൈ ചെയ്ത് എന്താ വരാൻ പോണേ? എക്സ് മൈനസ് 3നെ നമ്മൾ സം തീറ്റ പോലെ അല്ലെങ്കിൽ എച്ച് പോലെ വിചാരിച്ചാൽ സൈൻ എച്ച് ബൈ എച്ച് ആസ് എച്ച് ടെൻഡിങ് ടു 0 ആയിരിക്കും. അപ്പോൾ സൈൻ എച്ച് ബൈ എച്ച് 1 ആണ്. സോ ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വാല്യൂ വരാൻ പോകുന്നത് 2 2ലേക്കാണ്. ഇനി ഒരു വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ തന്നിരിക്കുന്നുണ്ട്. എന്താണ്? എഫ് ഓഫ് 3 തന്നിരിക്കുന്നത് എന്താണ്? ബി ആണ്. ഇതെല്ലാം ഇക്വേറ്റ് ചെയ്യാം. ഇതെല്ലാം ഈക്വൽ ആവണമല്ലോ. അപ്പം മൈനസ് എ ബൈ ബി തന്നെയായിരിക്കണം, 2 തന്നെയായിരിക്കണം ബി. അപ്പോൾ ഇതിൽ നിന്ന് എ വാല്യൂ -4 എന്നും ബി വാല്യൂ 2 എന്നും കിട്ടും. ഒരു സെറ്റ് വാല്യൂ കിട്ടുള്ളൂ. എ -4 ബി 2. സോ ദർ ഇസ് ഓൺലി 1 ഓർഡേഡ് പെയർ. ഓക്കെ. ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് ആണ് ചോദിച്ചുള്ളത്. അങ്ങനത്തെ ഒരു ഓർഡേഡ് പെയറേ ഉള്ളൂ. ഓക്കെ.